ഉമ്മൻചാണ്ടി നവീകരണോദ്ഘാടനം നിർവഹിച്ച പാർക്ക് വീണ്ടും നവീകരിച്ച ശേഷം ടൂറിസം മന്ത്രിയുടെ ക്രെഡിറ്റിലാക്കിയതായി ആക്ഷേപം. ഉമ്മൻചാണ്ടിയുടെ പേരുണ്ടായിരുന്ന കണ്ണൂർ പയ്യാമ്പലത്തെ നടപ്പാതയുടെ ഉദ്ഘാടന ശിലാഫലകം DTPC എടുത്തു മാറ്റിയതിലാണ് പ്രതിഷേധം. ഫലകം വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് പഴയത് മാറ്റിയതെന്നാണ് വിശദീകരണം. 2022 മാർച്ച് 6-നാണ് പയ്യാമ്പലം ഗസ്റ്റ് ഹൌസിനോട് ചേർന്നുള്ള നടപ്പാതയുടെയും സീവ്യൂ പാർക്കിന്റെയും നവീകരണ ഉദ്ഘാടനം നടക്കുന്നത്. ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. പാർക്കിലേക്ക് പോകുന്ന വഴിയിലാണ് ശിലാഫലകം ഉള്ളത്. 2015-ൽ ഉമ്മൻചാണ്ടിയാണ് അന്ന് നടന്ന നവീകരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. അത് കാണാനില്ലെന്നും ഒരു മൂലയിലേക്ക് മാറ്റിയെന്നും കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. പാർക്കിന് മുന്നിൽ പ്രതിഷേധിച്ച ജില്ലാ കോൺഗ്രസ് നേതാക്കൾ പഴയ ശിലാഫലകം പുതിയതിന് താഴെ വച്ചു. എടുത്തുമാറ്റിയാൽ അപ്പോ കാണാമെന്നാണ് ഇവരുടെ മുന്നറിയിപ്പ്. 2 ശിലാഫലകം സ്ഥാപിക്കാനുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ട് നവീകരണം നടത്തിയ കരാറുകാർ ആയിരിക്കാം പഴയത് മാറ്റിയതെന്നാണ് DTPC പറയുന്നത്. ഉമ്മൻചാണ്ടിയിട്ട കല്ലിനെ കുറിച്ച് ഇടതു സൈബർ കേന്ദ്രങ്ങൾ പരിഹാസങ്ങൾ ചൊരിയുന്ന കാലത്താണ് കല്ല് പിഴുതുള്ള ക്രെഡിറ്റ് എടുക്കൽ. പിന്നീട് കോൺഗ്രസ് പ്രവർത്തകരെത്തി ഉമ്മൻചാണ്ടിയുടെ പേരുള്ള ശിലാഫലകം പുനഃസ്ഥാപിച്ചു. അതേസമയം ശിലാഫലകം ഓവിൽ ഇടുന്നത് LDFന്റെ നയമല്ലെന്ന് മന്ത്രി മുഹമ്മദ് റിയാസും പ്രതികരിച്ചിട്ടുണ്ട്. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.